ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വെജിറ്റബിൾ ഗാർഡനാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ചീരയും വെണ്ടയൊക്കെയാണ്. വെണ്ടയൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുപാട് പറിച്ച് ഈ വെണ്ടേൻ്റെ കയ്യിൽ ഇന്ന് രാവിലെ കുറച്ചധികം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കായൊന്നും കാണാത്തത്. ഇതെൻ്റെ മുരിങ്ങ കേട്ടോ, 2 മാസം മാത്രം പ്രായമുള്ള ചെടി മുരിങ്ങയാണ്. ഇത് മഴയത്ത് ഇങ്ങനെ ചെരിഞ്ഞ് വന്നിട്ട് കമ്പലം കുത്തി ലെവലാക്കി വെച്ചേക്കാണ്. ഇതെൻ്റെ കറിവേപ്പില കേട്ടോ. ഇത് ഞാൻ ആദ്യം ചെടിച്ചട്ടിയിൽ നട്ട് ഇതിനെ വളർത്തി എടുത്തിട്ട് പിന്നീട് ഞാനിതാ മണ്ണ് കൊണ്ട് കുഴിച്ചിട്ടാണ്. മണ്ണ് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ ഞാനിത് മണ്ണിലിറക്കി നട്ടിട്ട്. അതുവരെ ഇത് ബക്കറ്റിനകത്തായിരുന്നു. അപ്പം നല്ല ഉഷാറുള്ളതാ തളുത്ത് വരുന്നത്. ഈ പേരയും ഞാനിതുപോലെ ബക്കറ്റിൽ നട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ മണ്ണിൽ നട്ടപ്പോൾ അത് നല്ല ഉഷാറുള്ളതാ ആയി വരുന്നു. ഇത് ഞാൻ നടാൻ വേണ്ടി കൊണ്ടുവന്ന കോവലിൻ്റെ തയ്യാണ്. അതിനകത്ത് കായുണ്ടായി. അത് ഇതുവരെ നട്ടിട്ടില്ല, ചെടിച്ചട്ടിയിൽ നട്ട് വെച്ചേക്കാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള ചെടിയാട്ടോ. ഇത് നിത്യവഴുതനയാണ്, പക്ഷേ ഇത്രയും വളർന്നില്ല, അതിൽ കായ്ച്ചിട്ടൊന്നുമില്ല. ഇത് 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പേരയാട്ടോ. ഇത് എൻ്റെ വെള്ളരിയാണ്. ഇത് എല്ലാം ചെറിയ ചെറിയ ചെടികൾ, റോസും അങ്ങനത്തെ ചെടികളാട്ടോ. ഇതിൻ്റെ അപ്പുറം കാണുന്ന നാരൻ കുമ്പളങ്ങാന്ന് നമ്മൾ പറയും. നിങ്ങളെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ആ കുമ്പളാണ്. ഇതുവരെ കായൊന്നുണ്ടെങ്കിൽ തന്നെ മുളച്ചതാട്ടോ. പിന്നെ ഇലയെങ്കിലും പറിച്ച് കറി വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിർത്തിയേക്കുന്നു.